ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ, ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപം മൂലം അകന്നുപോയപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരികെ വരാൻ ദൈവം നൽകിയ അവസരമായിരുന്നു ബലിയർപ്പണം. ദൈവത്തിന് ഹൃദയത്തോട് ചേർന്ന രാജാവും നമ്മുടെ പൂർവ്വപിതാവുമായ ദാവീദ് രാജാവിൻ്റെ ഒരു ബലിയർപ്പണവും അതോട് ബന്ധപ്പെട്ട ഏതാനും ചിന്തകളും പങ്കുവെച്ചുകൊണ്ട് സെൻറ്റ് ജോർജ് സീറോ മലബാർ പാറ്റേഴ്സൺ ന്യൂജേഴ്സി പ്രാർത്ഥനാപൂർവം അവതരിപ്പിക്കുന്നു ദാവീദ് രാജാവും ബലിയർപ്പണവും. ദാവീദ് രാജാവിൻ്റെ മുഖ്യ സൈന്യാധിപനായ അങ്ങയ്ക്ക് എന്തു പറ്റി? ആകെ അസ്വസ്ഥനാണല്ലോ. അങ്ങേക്കറിയാമല്ലോ, ദാവീദ് രാജാവ് ജനസംഖ്യ എടുക്കാൻ കൽപ്പിച്ചിട്ട് 9 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ മൊത്തം ജനത്തിൻ്റെ എണ്ണം കൊടുക്കണം. എല്ലാം കഴിഞ്ഞല്ലോ. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. മനസ്സിലാകണ്ടേ? അതല്ല, ഈ ജനസംഖ്യ എടുക്കലിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അത് ദൈവഹിതമല്ലായിരുന്നു. അതുകൊണ്ട് എന്താണെന്നോ, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം അറിയില്ലേ? ആദ്യം അവർ ദൈവത്തെ ധിക്കരിക്കും. അകന്നുപോയ അവരെ തിരികെ കൊണ്ടുവരാനായി ദൈവം ശിക്ഷകളയക്കും. അപ്പോൾ അവർ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി വീണ്ടും യാചിക്കും. ദൈവം വീണ്ടും കാരുണ്യം കാണിക്കും. അതിനിപ്പം എന്തുണ്ടായി? നമ്മുടെ യുദ്ധങ്ങളിലും വ്യവഹാരങ്ങളിലും ഇസ്രായേലിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറഞ്ഞതായി നാം മനസ്സിലാക്കുന്നു. അതും ശരിയാണ്. ഇസ്രായേലിൻ്റെ വിജയങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ കഴിവോ യോഗ്യതയോ അല്ല, സർവാധിപനായ ദൈവം നമ്മോടൊപ്പമുള്ളതുകൊണ്ട് മാത്രമാണ്. അതുമാത്രമല്ല സൈന്യാധിപ, നമ്മുടെ പൂർവികരുടെ ക്രമമനുസരിച്ച് ജനസംഖ്യ എടുക്കുമ്പോൾ ആളെണ്ണമനുസരിച്ച് നേർച്ചകൾ സമർപ്പിക്കേണ്ടതാണ്. അതും ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. ദൈവകോപം ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ദൈവം ഇസ്രായേലിനെ രക്ഷിക്കട്ടെ. വരൂ, നമുക്ക് ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാം. ജനസംഖ്യാ കണക്കുകൾ ഇന്നെങ്കിലും അവതരിപ്പിക്കണം. അല്ലയോ മഹാരാജാവേ, പ്രധാന സൈന്യാധിപനായ യോവാബും കൂട്ടരും അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. ദാവീദ് രാജാവ് നീണാൾ വാഴട്ടെ. പ്രധാന സൈന്യാധിപനായ യോവാബിനും സംഘത്തിനും സ്വാഗതം. അങ്ങേക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താണാവോ ആ സന്തോഷ വാർത്ത? കേൾക്കട്ടെ. മഹാരാജൻ ആവശ്യപ്പെട്ട ജനസംഖ്യ എടുക്കൽ ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. നല്ല കാര്യം തന്നെ. എൻ്റെ രാജ്യത്തിൻ്റെ പ്രൗഢിയും പ്രതാപവും വിളിച്ചോതുന്ന സംഖ്യയാണല്ലോ അല്ലേ? തീർച്ചയായും. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിൽ യോദ്ധാക്കൾ ആകെ 11 ലക്ഷം, യൂദയായിൽ 4,70,000. എൻ്റെ രാജ്യം എത്രമാത്രം വളർന്നിരിക്കുന്നു. ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണം. എന്തു പറയുന്നു? ആരെവിടെ? എൻ്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ ചെയ്തത്? ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തു പോയി. അവിടുത്തെ ദാസന്റെ അകൃത്യം ക്ഷമിക്കണമേ. വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. പ്രവാചകനായ ഗാദ് അങ്ങേ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. സർവാധിപനും സർവശക്തനുമായ ഇസ്രായേലിന്റെ ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പ്രവാചകന് ഈ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. സർവാധിപനും സർവശക്തനുമായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ആഗമനോദ്ദേശം? ഇസ്രായേലിനെ നയിക്കുന്നവനും വിജയം നൽകുന്നതിനുമായ കർത്താവിനെ മറന്ന് തന്നിഷ്ടപ്രകാരം അങ്ങ് ജനസംഖ്യ എടുത്തത് ദൈവത്തിന് അനിഷ്ടത്തിന് കാരണമായി. പ്രവാചക, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. അത് ഞാൻ നിന്നോട് ചെയ്യും. 3 വർഷത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പാലായനവും. അതുമല്ലെങ്കിൽ മഹാമാരിയിലൂടെ കർത്താവിൻ്റെ ദൂതൻ നടത്തുന്ന സംഹാരം.
ഞാൻ വലിയ വിഷമസന്ധിയിൽ പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം. അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ. അതിനാൽ ഞാൻ മഹാമാരി തിരഞ്ഞെടുക്കുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ച് കളയണമേ. എന്റെ യഹോവേ! ആരവിടെ? യോബിനോടും സംഘത്തോടും വേഗം വരാൻ പറയൂ. ഞാനൊരു ദർശനം കണ്ടു. ദൈവത്തിന്റെ സംഹാരദൂതൻ ആകാശത്തിന് ഭൂമിക്കുമിടയിൽ ഉയർത്തിപ്പിടിച്ച് വാളുമായി നിൽക്കുന്നു. എനിക്ക് ഭയം തോന്നുന്നു. പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വളരെ സങ്കടകരമായ വാർത്തയാണ് പറയാനുള്ളത്. ഇന്നൊരു ദിവസം തന്നെ 70,000 ഇസ്രായേല്യർ മഹാമാരി മൂലം മരിച്ചു കഴിഞ്ഞു. എന്റെ കർത്താവേ, ഞാനിതെങ്ങനെ സഹിക്കും? കർത്താവേ, തെറ്റ് ചെയ്തത് ഞാനല്ലേ? എന്നെയും എൻ്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചുകൊണ്ട് എൻ്റെ ജനത്തെ രക്ഷിക്കണമേ. ആരവിടെ? എല്ലാവരും ചാക്കെടുത്ത് സാഷ്ടാംഗം വീണ് ദൈവകാരുണ്യത്തിനായി പ്രാർത്ഥിക്കുക. ഇത് എൻ്റെ കൽപ്പനയാണ്. കർത്താവേ, പാപം ഞാൻ ചെയ്തു പോയി. പാപിയാമെന്നിൽ നീ കനിയേണമേ. മഹാമാരിയെല്ലാം തിരിച്ചെടുക്കൂ. നിൻ പ്രിയ ജനതയെ രക്ഷിക്കണേ. ജബൂസിനായ അരവനായുടെ മെതുക്കളത്തിൽ ചെന്ന് അവിടെ കർത്താവിന് ഒരു ബലിപീഠം പണിയുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുക. കർത്താവ് കാരുണ്യം കാണിക്കും. തീർച്ചയായും. നന്ദി പ്രവാചക. മക്കളെ നോക്ക്, അതാരാ ആ വരുന്നതെന്ന്? അത് ദാവീദ് രാജാവല്ലേ? അതേ പിതാവേ. നമുക്ക് ദാവീദ് രാജാവിനെ സ്വീകരിക്കാം. വന്ദനം മഹാരാജാവേ. അങ്ങൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തിന്? ഒരു ദൂതനെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞാൻ അവിടെ വരുമായിരുന്നല്ലോ. വന്ദനമരവന. മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ നിന്റെ മെതിക്കളം വാങ്ങാനാണ് ഞാൻ വന്നത്. എൻ്റെ യജമാനനെ, അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തും ബലിയർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ. രാജാവേ, അരവന ഇതെല്ലാം അങ്ങേക്ക് തരുന്നു. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ. ദയവായി അങ്ങ് വില നൽകരുത്. ഞാൻ സന്തോഷമായി അങ്ങേക്ക് നൽകുന്നതാണ്. ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്ക് ഒരു ചിലവുമില്ലാത്ത ദഹനബലി എൻ്റെ കർത്താവിന് അർപ്പിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഇതാ നിന്റെ മെതിക്കളത്തിൻ്റെയും ബലിവസ്തുക്കളുടെയും വില. ബലിയർപ്പണത്തിനുള്ള കാര്യങ്ങൾ നടക്കട്ടെ. BC 980 നമ്മുടെ പൂർവ്വപിതാവായ ദാവീദ് രാജാവ് പൂർണ്ണമായ അനുതാപത്തോടും വില കൊടുത്തും അർപ്പിച്ച ആ ബലി ദൈവം സ്വീകരിച്ചു. ഇസ്രായേലിനോട് കാരുണ്യം കാണിച്ച ദൈവം താൻ അയച്ച സംഹാരദൂതനെ തിരികെ വിളിക്കുകയും മഹാമാരിയിൽ നിന്ന് തൻ്റെ ജനത്തെ മോചിപ്പിക്കുകയും ചെയ്തു. 1000-ഓളം വർഷങ്ങൾക്ക് ശേഷം AD 33 സർവാധിപനും സർവശക്തനും സൃഷ്ടാവുമായ ദൈവം നാം അടക്കമുള്ള സകലർക്കും വേണ്ടി തൻ്റെ ഏകപുത്രനെ ബലിയായി നൽകി. ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആ സ്നേഹബലി ഈശോ കാൽവരി മലയിൽ അർപ്പിച്ചു. ഇന്ന് AD 2026 കത്തോലിക്കാ സഭയുടെ 4 ലക്ഷത്തിലധികം വരുന്ന വന്ധ്യപുരോഹിതർ
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അൾത്താരകളിൽ ഈശോയോട് ചേർന്ന് ഈ ബലി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മിൽ പലരും ഇന്നർപ്പിച്ച ഒരു ബലിയിൽ പങ്കാളികളാവുകയും ചെയ്തു. നമ്മുടെ പാപപരിഹാരത്തിനായി അർപ്പിക്കുന്ന ഓരോ ദിവ്യബലികളിലും ദാവീദ് രാജാവിനെ പോലെ നമുക്കും ശരിയായ അനുതാപമുണ്ട്. പൂർവ്വപിതാവായ ദാവീദിനെ പോലെ വില നൽകണമെന്ന മനോഭാവം നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡകൾ സഹിച്ച് കുരിശിലേറി ജീവൻ വിലയായി നൽകിയ പരിശുദ്ധ കുർബാനയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന തിരിച്ചറിവ്, സ്നേഹമനോഭാവം നമുക്കുണ്ട്. ഈ 3 ചിന്തകൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം സൈനിങ് ഓഫ്. സെൻറ്റ് ജോർജ് സീറോ മലബാർ ചർച്ച്, പാറ്റേഴ്സൺ, ന്യൂ ജേഴ്സി. Last but not least, Eucharist is not something, it is someone. And it is not someone, it's Jesus Christ, our only Savior.